ഏതവനാടാ ഈ കടുവയെ പിടിച്ച് കിടുവ? സാറിന്ന് ഓഫീസിൽ പോയില്ലേ? പോയി, പക്ഷെ ജോലി പെട്ടെന്ന് തീർന്നുകൊണ്ട് വേഗം പോകുന്നു. സാറ് ശരിക്കും പറഞ്ഞ ഭാഗ്യവാൻ തന്നെ. അത് സത്യ. ഓരോരുത്തർ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ആഫീസിൽ കുത്തി പിടിച്ചിരുന്ന് ജോലി ചെയ്യ. സാറ് വരുന്നതും പോകുന്നതും ആരും അറിയുന്നില്ല. പഠിപ്പിന്റെ ഒരു ഗുണം തന്നെയല്ലേ? എന്റെ ജോലിക്ക് പഠിപ്പ് മാത്രം പോരാ ജാനകിയമ്മേ, ലേശം സാമർത്ഥ്യം വേണം, പിന്നെ നല്ല ധൈര്യം. എന്റെ മോ രാമകൃഷ്ണൻ നല്ല സാമർത്ഥ്യമുള്ളവനാ. ധൈര്യത്തിന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. ശവപ്പറമ്പിൽ പോയി കിടക്കാൻ പറഞ്ഞ അവൻ കിടന്നോളൂ. സാറിന്റെ കമ്പനിയിൽ ഒരു ജോലി വാങ്ങിക്കൊടുക്കുവോ? അതാണ് ബുദ്ധിമുട്ട്. എന്റെ കമ്പനി പുറത്തുനിന്ന് ആളെടുക്കൂല. അപ്പൊ സാറിന്റെ കമ്പനി സർക്കാരിന്റെ ആണോ അതോ സ്വന്തമാണോ? ചിലപ്പോ സർക്കാരിന്റെ, ചിലപ്പോ സ്വന്തം. നന്ന ചെലവിന് പിടി. ചിലപ്പോഴേ ഞാൻ വൈകുന്നേരം വരും. ഓ, ചിലപ്പോ സർക്കാരിന്റെ, ചിലപ്പോ സ്വന്തം. എന്തുട്ട് കമ്പനി അത്? എന്റെ കർത്താവേ. ഹലോ, അതെ. ആരായാലും എനിക്ക് തരണ്ട. നേരിട്ട് സംസാരിക്കണമെന്ന്. രഹസ്യം അത്ര. ഹലോ, ഞാനാണ് ശങ്കർ എന്ന പേരിൽ രാവിലെ റെയ്ഡിന് വന്നല്ലേ, റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ. എടാ ദ്രോഹി, നീ എത്ര ലക്ഷം രൂപയുടെ മുതലാടാ കൊണ്ടുപോയത്? നിന്നെ ഞാൻ പറയുന്നത് കേക്ക്. വെറുതെ ബഹളം വെച്ച് ബീപ്പ് കൂട്ടിയിട്ട് എന്താ കാര്യം? പോയ സ്വർണം പോയിക്കോട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കുന്ന തോമസിന് നല്ലത്. അത് പള്ളി പറഞ്ഞാൽ മതിയടാ. നിന്നെ കണ്ടുപിടിച്ച് ജയിലിനകത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് തോമസ് എന്നല്ല. പേര് മാറ്റാൻ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗസറ്റിൽ പരസ്യം ചെയ്താൽ മതി. അല്ലെങ്കിൽ തന്നെ ഈ തോമസ് എന്നുള്ള ഒരു പഴഞ്ചൻ പേരാ. പിന്നെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ഇത്രയും ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. അധ്വാനിച്ച് സമ്പാദിച്ചൊന്നുമല്ലല്ലോ. 3 വർഷം മുമ്പ് ഒരു സ്വർണ്ണക്കടയിൽ സാധാരണ സെയിൽസ്മാൻ ആയിരുന്ന നിങ്ങൾ ഇന്ന് കോടീശ്വരനായത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ആളുകളെ പറ്റിച്ചും സർക്കാരിനെ വഞ്ചിച്ചും ഉണ്ടാക്കിയതിന്റെ ഒരു അംശം വേറൊരു കള്ളം തട്ടിയെടുത്തു എന്ന് വിചാരിച്ചാൽ മതി. പരാതിയും കേസും ഒക്കെ ആയിട്ട് നീങ്ങാനാണ് ഭാവമെങ്കിൽ നിങ്ങൾ കുഴിച്ച കുഴി നിങ്ങൾ തന്നെ വീഴും. കള്ളക്കടത്ത് സ്വർണം വാങ്ങി സൂക്ഷിച്ചതിന് കൈകളിൽ വിലങ്ങ്, ഇൻകം ടാക്സുകാരെ പറ്റിച്ചതിന് ശിക്ഷ വേറെ. ഫയലുകളും യഥാർത്ഥ കണക്കെഴുതിയ ബുക്കുകളും ഒക്കെ ഞാനിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് ഉദ്യോഗസ്ഥന്മാർക്ക് അയച്ചു കൊടുക്കണോ അതോ? നിങ്ങൾ ആരാണ്? ഞാനോ? തന്നെ പോലെയുള്ള പെരിങ്കള്ളന്മാരെ പറ്റിക്കുന്ന ഒരു ചിന്നക്കള്ളൻ.